വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് 5 മലയാളം കേരള പാഠാവലി എക്സാം ആണല്ലേ നാളെ. ഓണം എക്സാമിന്റെ ക്ലാസ് ആണ്, കേരള പാഠാവലിയാണ്. ഫസ്റ്റ് എപ്പിസോഡ് ടീച്ചർ നൽകിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് പോയി കാണുക, അതിൽ ഉപന്യാസം എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണ്. റെഡിയാണോ? എക്സാം റെഡിയാണോ പഠിക്കാൻ? ക്ലാസ്സിലേക്ക് പോകാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പ്രവർത്തനം 2. രണ്ടാമത്തെ പ്രവർത്തനം, ബഷീറിന്റെ ബാപ്പയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പദസൂര്യനായി തയ്യാറാക്കുക. ബഷീറിന്റെ കഥയിൽ ബഷീറിന്റെ ബാപ്പയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ആ കാര്യങ്ങൾ പദസൂര്യനായി തയ്യാറാക്കുക എന്നതാണ് പ്രവർത്തനം 2. പദസൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ പോലെ നടുക്ക് ആരെ കുറിച്ചാണ് എഴുതുന്നത് അത് എഴുതുക. അടുത്ത് കുറച്ച് വരകളൊക്കെ വരച്ച് അവരുടെ സ്വഭാവ സവിശേഷതകൾ എഴുതുക. നോക്കാം, കണ്ടോ, നടുക്ക് ബഷീറിന്റെ ബാപ്പയെന്ന് എഴുതുക. ബഷീറിന്റെ ബാപ്പയെ കുറിച്ചാണ് എഴുതുന്നത്. അടുത്ത് വരകൾ വരച്ച് ഓരോ സ്വഭാവം എഴുതുക. ബഷീറിന്റെ ബാപ്പയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? സ്നേഹിക്കാൻ അറിയുന്ന പിതാവാണ്. സ്നേഹിക്കാൻ അറിയുന്ന പിതാവാണ് ഒന്നാമത്തേത്. ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്. ഈശ്വര വിശ്വാസിയാണ് അല്ലെങ്കിൽ ദൈവഭക്തനാണ്. തെറ്റുതിരുത്തുന്ന വ്യക്തിയാണ്. നല്ല നർമ്മബോധമുണ്ട്. ജീവികളോട് സ്നേഹമുള്ള ആളാണ്. അപ്പോൾ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ബഷീറിന്റെ ബാപ്പ സ്നേഹിക്കാൻ അറിയാവുന്ന പിതാവാണ്, ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്, ഈശ്വര വിശ്വാസിയാണ്, തെറ്റ് തിരുത്തുന്ന വ്യക്തിയാണ്, നല്ല നർമ്മബോധമുണ്ട്, ജീവികളോട് സ്നേഹമുള്ള ആളാണ്. ബഷീറിന്റെ ബാപ്പയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബഷീറിന്റെ ബാപ്പയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്നേഹിക്കാൻ അറിയുന്ന പിതാവ്, ഉത്തരവാദിത്വമുള്ള വ്യക്തി, ഈശ്വര വിശ്വാസി, തെറ്റ് തിരുത്തുന്ന വ്യക്തി, നല്ല നർമ്മബോധമുള്ള ആൾ, ജീവികളോട് സ്നേഹമുള്ള ആൾ. തെറ്റില്ലല്ലോ. 3ാമത്തെ പ്രവർത്തനം, ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന വരികളിൽ നിന്നും പൂക്കളുടെ പേര് കണ്ടെത്തി എഴുതുക. ഓരോ പൂവിനെ കുറിച്ച് നിങ്ങൾ വരികൾ പഠിച്ചില്ലേ? ആ വരികളിൽ നിന്നും പൂക്കളുടെ പേര് കണ്ടെത്തി എഴുതുക. പൊൻവെയിലിൽ കുരുത്ത പൂക്കൾ ആരെ കുറിച്ചാ പറയുന്നേ? മുക്കുറ്റി. പൊൻവെയിലിൽ കുരുത്ത പൂക്കൾ ഏത് പൂക്കളെ കുറിച്ചാണ് പറയുന്നത്? മുക്കുറ്റി. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ച പൂക്കൾ ജമന്തി. അതെന്തുകൊണ്ടാണെന്ന് അറിയാലോ. ജമന്തിയുടെ നിറവും സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള നിറവും ഒരുപോലെ ആയതുകൊണ്ടാണ് സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ച പൂക്കൾ. ഏതാണ്? ജമന്തി. മഞ്ഞ നക്ഷത്രം പോലെ കാണപ്പെടുന്ന പൂക്കൾ കോളാമ്പി. മഞ്ഞ നക്ഷത്രം പോലെ കാണപ്പെടുന്ന പൂക്കൾ ഏതാണ്? കോളാമ്പി. കാറ്റിന് സുഗന്ധം സമ്മാനിക്കുന്ന പൂക്കൾ പനിനീർ പൂക്കൾ. കാറ്റിന് സുഗന്ധം സമ്മാനിക്കുന്ന പൂക്കളായി പറയുന്നത് പനിനീർ പൂക്കൾ. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ ശോഭിക്കുന്ന പൂക്കൾ ചെന്താരുകൾ. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ ശോഭിക്കുന്ന പൂക്കൾ ചെന്താരുകൾ. വളരെയധികം ഭംഗിയുള്ള പൂക്കൾ വാടാമലരുകൾ. വളരെയധികം ഭംഗിയുള്ള പൂക്കൾ വാടാമലരുകൾ. 6 പൂക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഓർമ്മയിരിക്കോ? പൊൻവെയിലിൽ കുരുത്തത് മുക്കുറ്റി, സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചത് ജമന്തി, മഞ്ഞ നക്ഷത്രം പോലെ കാണപ്പെടുന്നത് കോളാമ്പി, കാറ്റിന് സുഗന്ധം സമ്മാനിക്കുന്നത് പനിനീർപ്പൂവ്, ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ട് പോലെയുള്ളത് ചെന്താരുകൾ, വളരെയധികം ഭംഗിയുള്ള പൂക്കൾ വാടാമലരുകൾ. തെറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ തെറ്റില്ലല്ലോ. അടുത്തത് 4ാമത്തെ പ്രവർത്തനം, നിങ്ങൾ നട്ടു വളർത്തിയ ചെടിയിൽ പൂക്കൾ ഉണ്ടായപ്പോൾ
നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം വിവരിച്ചെഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടായപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം, അല്ലെങ്കിൽ നിങ്ങൾ നട്ട ചെടിയിൽ പൂക്കൾ ഉണ്ടായപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം. പൂക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം വിവരിച്ചെഴുതാൻ പറഞ്ഞാൽ എഴുതാവുന്ന ഒരു പ്രവർത്തനമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചെടികളോടും പൂക്കളോടും വളരെയധികം ഇഷ്ടമാണ്. ഞങ്ങൾ ഒത്തിരി ചെടികൾ ഞങ്ങളുടെ വീട്ടിൽ നടാറുണ്ട്. പൂച്ചെടികളും പച്ചക്കറികളും പഴച്ചെടികളും ഒക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ചെടികൾ വളർന്ന് അത് പല നിറത്തിലും വലുപ്പത്തിലും പൂക്കൾ ഉണ്ടാകുമ്പോൾ അതിൽ പൂമ്പാറ്റകൾ തേൻ കുടിക്കുവാൻ വരുന്നത് ഞാൻ നോക്കി നിൽക്കും. ഇതുവരെ ഇൻട്രോ ആണ് കേട്ടോ. എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത് പറയുകയാണ്. അടുത്താണ് അനുഭവം എഴുതുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചെടികളോടും പൂക്കളോടും വളരെയധികം ഇഷ്ടമാണ്. ഞങ്ങൾ ഒത്തിരി ചെടികൾ ഞങ്ങളുടെ വീട്ടിൽ നടാറുണ്ട്, അല്ലെങ്കിൽ നട്ടിട്ടുണ്ട്. ഞാൻ നട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നട്ടിട്ടുണ്ട്. പൂച്ചെടികളും പഴച്ചെടികളും പച്ചക്കറികളും ഒക്കെ ഞങ്ങളുടെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ചെടികൾ വളർന്ന് വലുതായി അതിൽ പല നിറത്തിലും വലുപ്പത്തിലും പൂക്കൾ ഉണ്ടാകുമ്പോൾ ആര് വരും? പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ തേൻ കുടിക്കുവാൻ വരുന്നത് ഞാൻ നോക്കി നിൽക്കും. അടുത്താണ് അനുഭവം പറയുന്നത്. ഒരു ദിവസം ഞാൻ 4 മണി ചെടിയുടെ വിത്ത് നട്ടു. 4 മണി ചെടി അറിയാലോ, 4 മണിക്ക് പൂക്കുന്ന ചെടി. ഒരു ദിവസം ഞാൻ 4 മണി ചെടിയുടെ വിത്ത് നട്ടു. ഇവിടെ ഇനി നിങ്ങൾക്ക് ഏത് 4 മണി വേറെ ചെടിയാണെങ്കിൽ അത് ചേർക്കാം. ദിവസവും രാവിലെ ഞാൻ വിത്ത് മുളച്ചോ എന്ന് നോക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വിത്ത് മുളച്ചു, ഇലകൾ വന്നു. അത് എന്നിൽ ഒത്തിരി സന്തോഷമുണ്ടാക്കി. എല്ലാ ദിവസവും രാവിലെ 4 മണി ചെടിക്ക് വെള്ളമൊഴിക്കും. ഒരു ദിവസം വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ എൻ്റെ 4 മണി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ആ പൂവിന് മറ്റെല്ലാ പൂക്കളെക്കാളും ഭംഗിയുള്ളതായി എനിക്ക് തോന്നി. അന്ന് എനിക്കുണ്ടായ സന്തോഷം വളരെ പ്രതീക്ഷകൾ എനിക്ക് നൽകി. അപ്പോൾ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂ വിരിഞ്ഞപ്പോഴുള്ള അനുഭവമാണ്. ഒരു ദിവസം ഞാൻ 4 മണി ചെടിയുടെ വിത്ത് നട്ടു. ദിവസവും രാവിലെ ഞാൻ വിത്ത് മുളച്ചോ എന്ന് നോക്കാറുണ്ട്. വിത്ത് മുളച്ചോ എന്നാണ്, വിത്ത് മുളച്ചോ എന്ന് നോക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു? വിത്ത് മുളച്ചു, ഇലകൾ വന്നു. ആ ദിവസം എന്നിൽ ഒത്തിരി സന്തോഷമുണ്ടാക്കി. എല്ലാ ദിവസവും രാവിലെ 4 മണി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. ഒരു ദിവസം വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ എൻ്റെ 4 മണി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ആ പൂവിന് മറ്റെല്ലാ പൂക്കളെക്കാളും ഭംഗിയുള്ളതായി എനിക്ക് തോന്നി. കാരണം സ്വന്തമായി നട്ട് ചെടിയിൽ പൂക്കൾ ഉണ്ടായപ്പോൾ മറ്റെല്ലാ പൂക്കളെക്കാളും ഭംഗിയുള്ളത് ഞാൻ നട്ട ചെടിയിൽ വിരിഞ്ഞ പൂവാണെന്ന് എനിക്ക് തോന്നി. ആ പൂവിന് മറ്റെല്ലാ പൂക്കളെക്കാളും ഭംഗിയുള്ളതായി എനിക്ക് തോന്നി. അന്ന് എനിക്കുണ്ടായ സന്തോഷം വളരെ പ്രതീക്ഷകൾ എനിക്ക് നൽകി. ഇനിയും പുതിയ ചെടികൾ നടാനും അതിൽ പൂക്കൾ ഉണ്ടാക്കാനും അങ്ങനെ എനിക്കുണ്ടായ സന്തോഷം വളരെ പ്രതീക്ഷകൾ എനിക്ക് നൽകി. അപ്പോൾ ചെടി നട്ട് അതിൽ പൂവുണ്ടായപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, നിങ്ങൾ നട്ട ചെടിയുടെ അനുഭവം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ, ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതെന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സെന്റൻസ് ആക്കി എഴുതണം. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ഇനി എന്ത് ചെയ്യുക? ഈ ആശയം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ഇത് കാണാതെ പഠിക്കേണ്ട, ഈ ആശയം നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. ഇതേ ആശയത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക. ഇനി തണ്ട് നടന്ന ചെടിയാണെങ്കിൽ നിങ്ങൾ നട്ടതെങ്കിൽ ഞാൻ തണ്ട് ഊന്നി വെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ പുതിയ ഇലകൾ വന്നു. അങ്ങനെ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. പ്രവർത്തനം 5. വേനൽക്കാലമായതിനാൽ ചൂട് സഹിക്കാൻ വയ്യ. പൂന്തോട്ടത്തിലെ ചെടികളൊക്കെ വാടിപ്പോകുന്നു. മഴയ്ക്ക് ഒരു കത്തെഴുതുക. വേനൽക്കാലമായതിനാൽ ചൂട് സഹിക്കാൻ വയ്യ, പൂന്തോട്ടത്തിലെ ചെടികളൊക്കെ വാടിപ്പോകുന്നു, മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെ മഴയ്ക്ക് എന്ത് ചെയ്യുക? ഒരു കത്തെഴുതുക. അപ്പൊ എങ്ങനെ എഴുതാം? ആദ്യം സ്ഥലം, തീയതി. പൂന്തോട്ടം 20/8/2025. നാളെയാണല്ലോ എക്സാം. 20/8/2025. സ്ഥലവും എഴുതി, ഡേറ്റും വലത് സൈഡ് എഴുതി. ആർക്കാണ് കത്തെഴുതുന്നത്? മഴയ്ക്കാണ്. പ്രിയപ്പെട്ട മഴയ്ക്ക്, പ്രിയപ്പെട്ട മഴയ്ക്ക്. എത്ര ദിവസമായി ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. എന്തേ നീ വരാത്തത്? പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? നീയില്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളമില്ല. പുഴകളെല്ലാം നീർച്ചാലുകളായി, കാടെല്ലാം കരിഞ്ഞുണങ്ങുന്നു. നീ എത്തിയില്ല എങ്കിൽ നമ്മുടെ കൃഷിയും ചെടികളും എല്ലാം നശിക്കും. നീ വന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ കറണ്ട് ഉണ്ടാകില്ല. സ്കൂളിൽ കുട ചൂടി പോകാൻ ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെന്നോ.
നിന്നെയും കാത്ത് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. നീ വേഗം വരുമല്ലോ. സ്നേഹപൂർവ്വം മീനു. ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ ആരാണോ മഴയ്ക്ക് കത്തെഴുതുന്നത് അവരുടെ പേര് എഴുതുക. മൃഗങ്ങൾ എഴുതുന്ന കത്താണെങ്കിൽ പഠിക്കാൻ കറണ്ടുണ്ടാകില്ല, അത് കളയുക. സ്കൂളിൽ കൂടെ ചൂടി അതും കളയുക, ആ സെന്റൻസ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സ്ഥലവും തീയതിയും എഴുതുക. പ്രിയപ്പെട്ട മഴയ്ക്ക്. എത്ര ദിവസമായി ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. എന്തേ നീ വരാത്തത്? പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളമില്ല. പുഴകളെല്ലാം നീർച്ചാലുകളായി, അതെ, പുഴ വലുതായിട്ട് ഒഴുകിക്കൊള്ളുന്ന പുഴയെല്ലാം ചെറിയ ചാലുകളായിട്ട് ഒഴുകുകയാണ്. പുഴകളെല്ലാം നീർച്ചാലുകളായി. കാടെല്ലാം കരിഞ്ഞുണങ്ങുന്നു. നീ എത്തിയില്ല എങ്കിൽ നമ്മുടെ കൃഷിയും ചെടികളും എല്ലാം നശിക്കും. നീ വന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ കറണ്ടുണ്ടാകില്ല. സ്കൂളിൽ കുട ചൂടി പോകാൻ ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെന്നോ. നിന്നെയും കാത്ത് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. നീ വേഗം വരുമല്ലോ. സ്നേഹപൂർവ്വം മീനു. ഇപ്പൊ മഴയ്ക്ക് കത്തെഴുതാൻ പറഞ്ഞാൽ എഴുതാലോ, തെറ്റാതെ എഴുതാലോ. ആറാമത്തേത്, വായുവില്ലാത്ത ലോകം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കി കുറിപ്പ് തയ്യാറാക്കുക. വായുവില്ലാത്ത ലോകം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കി കുറിപ്പ് തയ്യാറാക്കുക. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയിലെ ഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗം. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയിലെ ഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗം. വായനക്കാരെയും കേൾവിക്കാരെയും ചിന്തയുടെ വലിയ ലോകത്തേക്ക് വായുവില്ലാത്ത ലോകം കൊണ്ടുപോകുന്നു. വായനക്കാരെയും കേൾവിക്കാരെയും ചിന്തയുടെ വലിയ ലോകത്തേക്ക് വായുവില്ലാത്ത ലോകം കൊണ്ടുപോകുന്നു. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വായു ഇല്ലാതായാൽ ഉള്ള അവസ്ഥ നമ്മളിൽ പേടിയുണ്ടാക്കുമ്പോൾ നമ്പ്യാർ അത് നർമ്മത്തിൽ അവതരിപ്പിക്കുന്നു. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വായു ഇല്ലാതായാലുള്ള അവസ്ഥ നമ്മളിൽ പേടിയുണ്ടാക്കുമ്പോൾ നമ്പ്യാർ എന്ത് ചെയ്യുന്നു? അത് നർമ്മത്തിൽ അവതരിപ്പിക്കുന്നു. പെട്ടെന്ന് വായു ഇല്ലാതായാൽ എന്തെല്ലാം സംഭവിക്കും എന്നാണ് കവി നർമ്മത്തിൽ ഇവിടെ വിവരിക്കുന്നത്. പെട്ടെന്ന് വായു ഇല്ലാതായാൽ എന്തെല്ലാം സംഭവിക്കും എന്നാണ് കവി നർമ്മത്തിൽ ഇവിടെ വിവരിക്കുന്നത്. മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വായു ഇല്ലാതായാൽ അവർ അങ്ങനെ തന്നെ നിശ്ചലമായി നിൽക്കുന്നു. മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വായു ഇല്ലാതായാൽ അവർ അങ്ങനെ തന്നെ നിശ്ചലമായി നിൽക്കുന്നു. മുണ്ടുടുക്കുന്നവൻ രണ്ട് കൈയും കൊണ്ട് മുണ്ട് ഞൊറിഞ്ഞു പിടിച്ചു നിൽക്കുന്നു. ഉണ്ടുകൊണ്ടിരിക്കുന്നവൻ ഉരുളയും കയ്യിൽ പിടിച്ച് വായും തുറന്നിരിക്കുന്നു. ഇവിടെ തെറ്റിപ്പോയി, മുണ്ടല്ല ഉണ്ടാണ്. ഉണ്ടുകൊണ്ടിരിക്കുന്നവർ ഉരുളയും കയ്യിൽ പിടിച്ച് വായും തുറന്നിരിക്കുന്നു. അത് കണ്ടിരുന്നയാൾ കണ്ണും തുറന്ന് അനക്കമില്ലാതെ പാവയെ പോലെ നിൽക്കുന്നു. എണ്ണ തേക്കുന്നവൻ അങ്ങനെ ഇരിക്കുന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവൻ മുങ്ങിയും മുകളിലേക്ക് പൊങ്ങി വന്നവർ പൊങ്ങിയും കിടക്കുന്നു. മദ്ദളം കൊട്ടുന്നവൻ കഴുത്തിൽ മദ്ദളം ഇട്ട് നിൽക്കുന്നു. വായു ഇല്ലാതായപ്പോൾ ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാ ജനങ്ങളും എങ്ങനെയായി എന്നാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗത്തിലൂടെ കവി പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് വായുവില്ലാത്ത ലോകം, ആ തലക്കെട്ട്, ആ പാഠത്തിന്റെ പേര്, അതിന്റെ ആ ശീർഷകം, അതിന് ഈ പാഠത്തിന് എത്രമാത്രം യോജിക്കുന്നു എന്നതിന്റെ ഔചിത്യം വ്യക്തമാക്കി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയിലെ ഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗം. വായനക്കാരെയും കേൾവിക്കാരെയും ചിന്തയുടെ വലിയ ലോകത്തേക്ക് വായുവില്ലാത്ത ലോകം കൊണ്ടുപോകുന്നു. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വായു ഇല്ലാതായാൽ ഉള്ള അവസ്ഥ നമ്മളിൽ പേടിയുണ്ടാക്കുമ്പോൾ നമ്പ്യാർ അത് നർമ്മത്തിൽ അവതരിപ്പിക്കുന്നു. പെട്ടെന്ന് വായു ഇല്ലാതായാൽ എന്തെല്ലാം സംഭവിക്കും എന്നാണ് കവി നർമ്മത്തിൽ വിവരിക്കുന്നത്. മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വായു ഇല്ലാതായാൽ അവർ അങ്ങനെ തന്നെ നിശ്ചലമായി നിൽക്കുന്നു. മുണ്ടുടുക്കുന്നവൻ രണ്ട് കൈയും കൊണ്ട് മുണ്ട് ഞൊറിഞ്ഞു പിടിച്ചു നിൽക്കുന്നു. ഉണ്ടുകൊണ്ടിരിക്കുന്നവൻ ഉരുളയും കയ്യിൽ പിടിച്ച വായും തുറന്നിരിക്കുന്നു. അത് കണ്ടിരുന്നയാൾ കണ്ണും തുറന്ന് അനക്കമില്ലാതെ പാവയെ പോലെ നിൽക്കുന്നു. എണ്ണ തേക്കുന്നവൻ അങ്ങനെ ഇരിക്കുന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ മുങ്ങിയും മുകളിലേക്ക് പൊങ്ങി വന്നവർ പൊങ്ങിയും കിടക്കുന്നു. മദ്ദളം കൊട്ടുന്നവൻ കഴുത്തിൽ മദ്ദളം ഇട്ട് നിൽക്കുന്നു. വായു ഇല്ലാതായപ്പോൾ ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാ ജനങ്ങളും എങ്ങനെയായി എന്നാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗത്തിലൂടെ കവി പറയുന്നത്. അപ്പൊ മനസ്സിലായോ? എഴുതാൻ അറിയാലോ? കുട്ടിക്കാലത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു രസകരമായ അനുഭവം എഴുതുക. കുട്ടിക്കാലത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ബഷീർ കാണിച്ച കുസൃതി അറിയാലോ?
അതുപോലെ കുട്ടിക്കാലത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു രസകരമായ അനുഭവം എഴുതുക. ടീച്ചർ ഇവിടെ നിങ്ങൾക്കൊരു മോഡൽ തരികയാണ്, മാതൃക തരുവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആശയത്തിൽ അത് എഴുതുക. നിങ്ങൾക്ക് ഒന്നും എഴുതാൻ കിട്ടിയില്ല എങ്കിൽ ഈ ആശയം നിങ്ങൾ പ്രയോഗിക്കുക. ഓക്കെ. കുട്ടിക്കാലത്ത് ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കണ്ണാടി പാത്രത്തിനുള്ളിൽ മീനുകൾ ഓടിക്കളിക്കുന്നത് വളരെ ഇഷ്ടത്തോടെ ഞാൻ നോക്കിയിരിക്കും. അങ്ങനെ എനിക്ക് മീൻ വളർത്തണമെന്ന ആഗ്രഹം തുടങ്ങി. ഒരു ദിവസം ഞാൻ അച്ഛനുമായി തോട്ടിൽ പോയപ്പോൾ ഉടുത്തിരുന്ന തുണി ഉപയോഗിച്ച് ഞാൻ കുറച്ച് മീനുകളെ പിടിച്ചു. അന്ന് അച്ഛൻ അത് കണ്ട് ഒത്തിരി ചിരിച്ചു. ഞാൻ മീനുമായി വീട്ടിലെത്തി ഒരു ബക്കറ്റിലിട്ട് വളർത്തി. എല്ലാ ദിവസവും ഞാനത് നോക്കിയിരിക്കുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അത് മീനല്ല, വാൽമാക്രിയായിരുന്നു. അന്ന് ഞാൻ ആകെ നാണിച്ചുപോയി. ഓക്കെ. അപ്പോൾ കുട്ടിക്കാലത്ത് ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കണ്ണാടി പാത്രത്തിനുള്ളിൽ മീനുകൾ ഓടിക്കളിക്കുന്നത് വളരെ ഇഷ്ടത്തോടെ ഞാൻ നോക്കിയിരിക്കും. അങ്ങനെ എനിക്ക് മീൻ വളർത്തണമെന്ന ആഗ്രഹം തുടങ്ങി. ഒരു ദിവസം ഞാൻ അച്ഛനുമായി തോട്ടിൽ പോയപ്പോൾ ഉടുത്തിരുന്ന തുണി അഴിച്ചെന്ത് ചെയ്തു? ഞാൻ കുറച്ച് മീനുകളെ പിടിച്ചു. അത് കണ്ട അച്ഛൻ ഒത്തിരി ചിരിച്ചു. ഞാൻ മീനുമായി വീട്ടിലെത്തി ഒരു ബക്കറ്റിലിട്ട് ആ മീനുകളെ വളർത്തി. എല്ലാ ദിവസവും ഞാനത് നോക്കിയിരിക്കുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അത് മീനല്ല, വാൽമാക്രിയായിരുന്നു. തവളയുടെ കുഞ്ഞ് വാൽമാക്രിയായിരുന്നു. അന്ന് ഞാൻ ആകെ നാണിച്ചുപോയി. ഇതൊരു കുസൃതി, നിങ്ങൾ കാണിച്ചിട്ടുള്ള ചെറുതിലെ കാണിച്ചിട്ടുള്ള ഒരു കുസൃതിയാണ്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും, രസകരമായ അനുഭവം ഉണ്ടാവും. അത് എഴുതാം. ഒന്നും അറിയാത്തവർക്ക് എന്ത് ചെയ്യുക? ഇതുപോലെ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ആശയത്തിൽ എഴുതുക. ഓക്കെ. പ്രവർത്തനം 8. കഥാപാത്ര പരിചയം. ബഷീറിന്റെ ബാപ്പയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ബഷീറിന്റെ ബാപ്പയുടെ സ്വഭാവ സവിശേഷതകളാണ്. ബഷീറിന്റെ സവിശേഷതകൾ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാലോ, പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ. കുറിപ്പ് തയ്യാറാക്കുക. ബഷീറിന്റെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ഉപ്പ അല്ലെങ്കിൽ ബാപ്പ. ബഷീറിന്റെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ഉപ്പ. സഹജീവി സ്നേഹവും സൽഗുണങ്ങളും നല്ല നർമ്മബോധവുമുള്ള ഒരു കഥാപാത്രമാണ് ഇദ്ദേഹത്തിൻ്റെത്. സഹജീവി സ്നേഹവും സൽഗുണങ്ങളും നല്ല നർമ്മബോധവുമുള്ള ഒരു കഥാപാത്രമാണ് ഇദ്ദേഹത്തിൻ്റെത്. ബഷീറിന്റെ ബാപ്പയ്ക്ക് ഒരാളുടെ തെറ്റും സഹിക്കാനാവില്ല. അതുകൊണ്ട് അത് ഉടൻ തിരുത്തണമെന്ന് നിർബന്ധമുള്ള വ്യക്തിയാണ്. അടുത്ത വീട്ടിൽ ചങ്ങാതിമാരോടൊപ്പമായിരുന്ന ബഷീറിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ചെയ്ത തെറ്റിന് ശകാരിക്കുകയും ബഷീറിന്റെ ഉപ്പ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ തെറ്റും ബഷീറിന്റെ ബാപ്പയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഉടനെ തിരുത്തണമെന്ന് നിർബന്ധമുള്ള വ്യക്തിയാണ്. അങ്ങനെ അടുത്ത വീട്ടിൽ ചങ്ങാതിമാരോടൊപ്പമായിരുന്ന ബഷീറിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി ചെയ്ത തെറ്റിന് ശകാരിക്കുകയും ബഷീറിന്റെ ഉപ്പ ചെയ്യുന്നുണ്ട്. അതേസമയം നല്ല സ്നേഹമുള്ള പിതാവുമാണ് അദ്ദേഹം. മക്കളുടെ തെറ്റ് കണ്ടില്ലെന്ന് നടിക്കുന്നത് സ്നേഹമുള്ള പിതാവിന്റെ ലക്ഷണമല്ല. അതുകൊണ്ടാണ് ബഷീറിനെ കൊണ്ട് നീർനാഗത്തെ തോട്ടിൽ കളയിക്കുന്നത്. ഓക്കെ. മക്കളുടെ തെറ്റ് കണ്ടില്ലെന്ന് നടിക്കത്തില്ല. സഹജീവി സ്നേഹവും ഇവിടെ തെളിയുന്നുണ്ട്. എന്താണ്? സ്നേഹമുള്ള പിതാവാണെന്നും തെളിയുന്നുണ്ട്. ബഷീറിനെ എന്ത് ചെയ്യുന്നു? കൊണ്ട് നീർനാഗത്തെ തോട്ടിൽ കളയിക്കുന്നു. ബഷീറിന്റെ ഉപ്പ നല്ല ഈശ്വര വിശ്വാസിയാണ്. അതിനാലാണ് നിസ്കരിക്കുമ്പോൾ നിസ്കാരപ്പായയിൽ നീർനാഗത്തെ കണ്ടെങ്കിലും അദ്ദേഹം പിൻവാങ്ങാതിരുന്നത്. ബഷീറിന്റെ മാപ്പ നർമ്മബോധമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ബഷീറിന്റെ ഉമ്മയോട് നീർക്കോലിക്ക് മുല കൊടുത്ത് വളർത്താൻ പറയുന്നത്. സഹജീവി സ്നേഹവും അദ്ദേഹത്തിന് തെളിഞ്ഞു കാണുന്നുണ്ട്. സൃഷ്ടികളിൽ ഒരു ജീവിയെയും ദ്രോഹിക്കരുതെന്ന് പറഞ്ഞ് നീർനാഗത്തെ തോട്ടിൽ കൊണ്ട് കളയിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല സ്വഭാവ സവിശേഷതകൾ ഉള്ള ഒരു വ്യക്തിയാണ് ബഷീറിന്റെ ബാപ്പ. അപ്പോൾ സ്വഭാവ സവിശേഷതകൾ പദസൂര്യൻ തയ്യാറാക്കാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ആ പദസൂര്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണ സഹിതം അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. ഇപ്പോൾ ഈശ്വര വിശ്വാസിയാണ്. എന്തുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞത്? നിസ്കാരപ്പായയിൽ എന്തുകൊണ്ടിട്ടു? നീർനാഗത്തെ കണ്ടു. എന്നാൽ അദ്ദേഹം പിൻവാങ്ങിയോ? ഇല്ല. അതുപോലെ എന്ത് ചെയ്യുക? നർമ്മബോധം. ബഷീറിന്റെ ഉമ്മയോട് ചോദിച്ചു, ഇതാരാ ഇവിടെ കൊണ്ടിട്ട്? അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? നീർക്കോലിക്ക് മുല കൊടുത്ത് വളർത്താൻ പറഞ്ഞു. അതും നല്ല നർമ്മബോധമാണ് അവിടെ. അപ്പോൾ ഓരോ എന്തൊക്കെയാണോ ബഷീറിന്റെ ബാപ്പയുടെ പദസൂര്യയിൽ പഠിച്ച കാര്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചത്, അതിന് ഉദാഹരണങ്ങളായിട്ട് പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. അപ്പോൾ ബഷീറിന്റെ ബാപ്പയെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എഴുതുമല്ലോ. അടുത്ത ചോദ്യം. കടങ്കഥയിലെ ഭാഷയിൽ കടങ്കഥ ഭാഷയും സാധാരണ ഭാഷയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. കടങ്കഥയിലെ ഭാഷ, സാധാരണ ഭാഷ. സാധാരണ ഭാഷയും കടങ്കഥയിലെ ഭാഷയും വ്യത്യസ്തമാണ്. സാധാരണ ഭാഷയും കടങ്കഥയിലെ ഭാഷയും വ്യത്യസ്തമാണ്. സാധാരണ ഭാഷ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതും കടങ്കഥയിലെ ഭാഷ ആലോചിച്ചുത്തരം കണ്ടെത്തേണ്ടതുമാണ്. സാധാരണ ഭാഷ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കടങ്കഥയിലെ ഭാഷയോ ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതുള്ളതാണ്.
കടങ്കഥയിലെ ഭാഷ കാവ്യ ഭാഷയിലാണ് എഴുതുക. പാട്ട് പോലെ, കവിത പോലെ, കാവ്യമായിട്ടാണ് എഴുതുക. കടങ്കഥ ഭാഷ കാവ്യ ഭാഷയിലാണ് എഴുതുക. ഉത്തരം നേരിട്ട് പറയാതെ തന്നെ അതിൽ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നതാണ് കടങ്കഥ. ഉത്തരം നേരിട്ട് പറയാതെ തന്നെ അതിൽ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നതാണ് കടങ്കഥ. കവിത പോലെ നല്ല കാവ്യഭംഗി നിറഞ്ഞതാണ് കടങ്കഥയിലെ ഭാഷ. കവിത പോലെ നല്ല കാവ്യഭംഗി നിറഞ്ഞതാണ് കടങ്കഥയിലെ ഭാഷ. അത് കേൾക്കാൻ നല്ല സുഖവും പറയാൻ നല്ല ഇമ്പവുമാണ്. അത് കേൾക്കാൻ നല്ല സുഖവും പറയാൻ നല്ല ഇമ്പവുമാണ്. ചില കടങ്കഥകളിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നു. ചില കടങ്കഥകളിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നു. കടങ്കഥയിൽ ഉത്തരം പറയാതെ പറയുന്ന ഭംഗിയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ സാധാരണ ഭാഷ ചിന്തിക്കാതെ തന്നെ നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ കടങ്കഥയിൽ ഉത്തരം പറയാതെ പറയുന്ന ഭംഗിയാണ്. സാധാരണ ഭാഷ ചിന്തിക്കാതെ തന്നെ നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ കടങ്കഥ ഭാഷയും സാധാരണ ഭാഷയും മനസ്സിലായല്ലോ. സാധാരണ ഭാഷ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. കടങ്കഥയിലെ ഭാഷ ഉത്തരം ഒളിഞ്ഞിരിക്കും, നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. പിന്നെ കാവ്യ ഭാഷ, കവിത പോലെ നല്ല കാവ്യഭംഗി നിറഞ്ഞതാണ് കടങ്കഥയിലെ ഭാഷ. കേൾക്കാൻ ഇമ്പം, പറയാൻ നല്ല ഇമ്പമാണ്. കേൾക്കാൻ സുഖവും പറയാൻ നല്ല ഇമ്പം. കടങ്കഥയിൽ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ അത് ചൊല്ലാനും നല്ല ഇമ്പമാണ്. കടങ്കഥയിൽ ഭാഷ എന്താണ്, ഉത്തരം പറയാതെ പറയുന്ന ഭംഗിയാണ് കാണാൻ കഴിയുന്നത്. സാധാരണ ഭാഷ ചിന്തിക്കാതെ തന്നെ നമുക്ക് ഉത്തരം പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ. യെസ്. കടങ്കഥയിലെ ഭാഷയും സാധാരണ ഭാഷയും നമ്മൾ വ്യത്യാസം. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, കടങ്കഥ ഭാഷ. കിണർ, സാധാരണ ഭാഷ. കിണർ എന്ന് നമുക്ക് നേരിട്ട് പറയാം. അതിന് കടങ്കഥ ഭാഷയിൽ എങ്ങനെ പറയാം? മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, നമുക്ക് കടങ്കഥ ഭാഷയിൽ പറയാം. എന്നാൽ സാധാരണ ഭാഷയിൽ എങ്ങനെ പറയാം? ചെരുപ്പെന്ന് പറയാം. കാള കിടക്കും കയറോടും, കടങ്കഥ ഭാഷയെ പറയുന്നതാണ്. മത്തൻ, സാധാരണ ഭാഷയെ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഉദാഹരണങ്ങൾ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതുക. നമുക്ക് അടുത്ത എക്സാമിന് വീണ്ടും അടുത്ത പഠന കാര്യങ്ങളായിട്ട് നോട്ട്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.